നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിസ്മയങ്ങളും അതിവിസ്മയങ്ങളും കൊണ്ട് കേരളത്തിലെ ജനത അങ്ങോട്ട് ആഹ്ലാദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇതിനിടയിൽ ഇന്ന് രാവിലെ എനിക്ക് അവിചാരിതമായിട്ട് ഒരു പ്രവാസിയല്ല, അദ്ദേഹം മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് എത്തുകയുണ്ടായി. കാരണം പ്രവാസി ക്ഷേമ പെൻഷൻ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രവാസി ക്ഷേമ പെൻഷൻ്റെ പൈസ വാങ്ങുന്നതല്ലാതെ, അതായത് ഒരു വർഷം 2200 രൂപ വരെ വെച്ചിട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവാസി പെൻഷനിൽ ആർക്കൊക്കെ ചേരാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപേക്ഷകൾ 18നും 60നും മധ്യ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷകർ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ആയിരിക്കണം. അല്ലെങ്കിൽ വിദേശത്ത് 2 വർഷമെങ്കിലും ജോലി ചെയ്ത ശേഷം കേരളത്തിലെ സ്ഥിരതാമസമാക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജോലി സംബന്ധമായി കുറഞ്ഞത് 6 മാസമായി താമസിച്ച് വരുന്നവരായിരിക്കണം. അപ്പോൾ മറ്റ് സംസ്ഥാനത്ത് താമസിക്കുന്നവരെയും പ്രവാസികളായിട്ടാണ് തന്നെയാണ് കാണുന്നത്. ഇത് നോർക്ക റൂട്ട്സിന്റെ കീഴിലാണ് ഈ പ്രവാസി ക്ഷേമനിധി പ്രവർത്തിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രവാസികൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതി ഉയരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരങ്ങൾ നടക്കുന്നു, പുതിയ മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രിയുമായിട്ട് സംഭാഷണം നടത്തുന്നു. പക്ഷെ യാതൊരു തരത്തിലുള്ള നടപടികളും ഇല്ല. നമുക്ക് ആദ്യം ഈ സംഭാഷണം ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾ, അതായത് തിരിച്ചു വന്ന് റിട്ടയർഡായ പ്രവാസികൾ, ജോലികളൊന്നുമില്ല, അതോടൊപ്പം തന്നെ ഈ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള 3500 രൂപയോ 4000 രൂപ കൊണ്ട് മാസത്തിൽ മരുന്ന് വാങ്ങാനും അതേപോലെ മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് മുടക്കം കൂടാതെ ഈ പെൻഷൻ പാവപ്പെട്ട പ്രവാസികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഏകദേശം ഒരു മാസം 1.5 മാസം മുന്നേ വരെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതിലെല്ലാം മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് 30 ജൂൺ. കഴിഞ്ഞ മാസത്തെ പെൻഷൻ, അതായത് മെയ് മാസത്തെ പെൻഷൻ ഇതുവരെയായിട്ടും വിതരണം ചെയ്തിട്ടില്ല. പ്രവാസി വെൽഫെയർ ബോർഡിലും അതിന് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്ലൈയോ റെസ്പോൺസോ നമുക്ക് കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ വളരെ മോശമായി പോയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ഫൈനാൻസ് മിനിസ്റ്ററും അതോടൊപ്പം തന്നെ പ്രവാസി കാര്യമന്ത്രിയും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു അഡ്വൈസിൻ്റെയോ അല്ലെങ്കിൽ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. പ്രവാസികൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാം അവതരിപ്പിച്ചതാണ്. അതുകൂടാതെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലും ഇതെല്ലാം നടന്നിട്ടുണ്ട്, കാരണം ഈ പെൻഷൻ ഡിലേ ആകുന്നതിനെ കുറിച്ച്. പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസികൾക്ക് പെൻഷൻ നൽകുക എന്നുള്ളത് വലിയൊരു ബേർഡൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഏകദേശം ഒരു 10-15 കോടി രൂപ ഒരു മാസം ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കിയാൽ തീർച്ചയായിട്ടും അവർക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കാരണം മറ്റുള്ള അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം, അതിനെക്കുറിച്ചൊന്നും ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയം പറയുവാണെന്ന് ആരും വിചാരിക്കരുത്. കാരണം നമുക്ക് ഇവിടെ ഒന്നും രാഷ്ട്രീയമില്ല, നമുക്ക് ഒരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ. പ്രവാസികൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആര് നല്ലത് ചെയ്താലും നമ്മൾ അവരെ നല്ലതെന്ന് തന്നെ നമ്മൾ പറയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരും പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് ഗവൺമെൻറ്റാണ്. അത് ഗവൺമെൻറ്റുകൾ മാറി മാറി വരും, അവിടെ ഭരിക്കുന്ന ആളുകൾ മാറി മാറി വരും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് യാതൊരുവിധ മുടക്കം കൂടാതെ എനിക്ക് തോന്നുന്നു ഒരു 10-10 തീയതിക്കുള്ളിൽ മാക്സിമം ആദ്യമേ തന്നെ അതാത് മാസങ്ങളിൽ കൊടുത്തു വന്നിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് നമുക്ക് ഈ മാസം ഡ്യൂ ആയിരിക്കുന്ന പെൻഷൻ അടുത്ത മാസം ഒരു 5-ാം തീയതി 10-ാം തീയതിക്ക് മുന്നേ മാക്സിമം അത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രൊസീജിയറാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാർ അത് വളരെ കൃത്യമായിട്ട് മറ്റുള്ള സാമൂഹിക പെൻഷനുകളിലെല്ലാം മുടക്കം വന്നാലും പ്രവാസികൾക്കുള്ള പെൻഷൻ, കാരണം അവർക്കറിയാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന തിരിച്ചു വന്ന പ്രവാസികൾ വേറെ പെൻഷനില്ല, വേറെ വരുമാനമില്ല, അങ്ങനെയുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് മുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാം.
ഇത് ഗവൺമെന്റിന് വിചാരിച്ചാൽ ഈ പൈസ ഈസി ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. അപ്പൊ എന്തോ മനഃപൂർവ്വമായിട്ട് ചെയ്യാതിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ ഒരു MLA ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ അസംബ്ലിയിൽ ഒരു സബ്മിഷനായിട്ട് ഇത് അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം അത് പ്രസന്റ് ചെയ്തപ്പോൾ എന്തോ വലിയ കാര്യം പോലെയാണ് ചെയ്തത്. അദ്ദേഹം എന്തോ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചതുപോലെ. അങ്ങനെയൊന്നും അല്ല. അതിന് മുന്നേ തന്നെ എത്രയോ പ്രാവശ്യം ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ട് നമ്മൾ ഇതില് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അത് ഓരോരുത്തരെയും കർത്തവ്യമാണ്. അവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശരിയാണോ വാസ്തവമാണോ എന്ന് നമുക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ളവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു തുക ഈ പാവപ്പെട്ട പ്രവാസികൾക്ക് കൊടുക്കാനായിട്ട് വൈകിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ല. ഈ എസ്പെഷ്യലി ഈ പറയുന്ന സർക്കാരുകൾ മുന്നേ ഭരിച്ച സമയങ്ങളിൽ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാസികളുടെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം എന്തോ ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ട് പ്രവാസികളെ കാണുന്നു, അല്ലെങ്കിൽ കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിലും പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഡിമാൻഡ് ചെയ്തിരുന്നെങ്കിലും ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതിൽ നമുക്കാർക്കും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, അതായത് 800 കോടി 1000 കോടി രൂപയൊക്കെ വർഷം അധിക ചെലവായിട്ട് വരുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കാ വേണ്ടത്? ഇന്ത്യയിൽ അല്ല, നമ്മുടെ കേരളത്തിൽ ബസ്സിൽ പൈസ കൊടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആളുകളൊന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അത് കൊടുക്കുന്നതിന് പകരം മാസം 2 ലക്ഷവും അതിൽ മേളിലൊക്കെ ശമ്പളം കിട്ടുന്ന ആളുകളും വലിയ വരുമാനമുള്ള ആളുകൾക്കും എല്ലാവർക്കും കൺസെഷൻ. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് ചോദ്യം ചെയ്യുന്നുണ്ട്. പലപ്പോഴും അതേപോലെ ഒരു കൺസെഷൻ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും ചിലപ്പോൾ അത് ബെനിഫിഷ്യൽ ആയിട്ട് വരും. എന്നിരുന്നാലും അത് കുറച്ചൊരു കൂടിയൊരു കാരണം കേരളത്തിൽ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത് കുറച്ചൊരു കൂടിയ ഒരു കടന്ന കൈയായി പോയി എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരാൾ ബസ്സിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസ കൊടുത്താലും, സ്വയമേ പൈസ കൊടുത്താലും അത് വാങ്ങണ്ടെന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നത്. ഇതൊക്കെ അറിയില്ല. ഇതേപോലെയുള്ള റവന്യൂകളൊക്കെ നമ്മളെപ്പോലെ, ഞാനും നിങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ്. ഇതല്ലാതെ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്മാരുടെയോ വീട്ടിൽ നിന്ന് അവരങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുമല്ലാതെ അവർ ഒരു പൈസ പോലും ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും നടക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ വോട്ട് കിട്ടുന്നതിനും അല്ലെങ്കിൽ അവരെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല കാര്യങ്ങളും പ്രഖ്യാപനം നടത്തുന്നു. ചിരിച്ചു കാണിക്കുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ വേറെയാണ് പറയുന്നത്. അത് പല കാര്യങ്ങൾക്ക് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ അസംബ്ലിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ നമ്മളെ ചിരിച്ചു കാണിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ലതാണ് വിചാരിക്കുന്നതെന്ന് നമ്മളാരും ധരിക്കേണ്ട. അപ്പം ഇവിടെ രാഷ്ട്രീയം പറയുന്നതല്ല, നമുക്ക് രാഷ്ട്രീയമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരൊറ്റ രാഷ്ട്രീയമുള്ളൂ, പ്രവാസികൾ മാത്രമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയം. എങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. എന്തായാലും ഇതൊരു വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഇത്രയും ദിവസമായിട്ടും എന്ന് പ്രവാസി പെൻഷൻ കൊടുക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാനായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. എല്ലാം ശരിയാക്കാം, അല്ലെങ്കിൽ എല്ലാം ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പ് തരുന്നു, ഇതേപോലെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുറപ്പാണ് നമ്മൾ നൽകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും
എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു 100 കോളും അതേപോലെ തന്നെ മെസ്സേജുകളും വരുന്നുണ്ട്. എന്തായി, പെൻഷൻ എന്ന് കിട്ടും, എന്ന് കിട്ടും. അത് കിട്ടും, അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടമാണ്. കാരണം ഈ പറയുന്ന 3000 3500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുമ്പം അവർ ഓരോരുത്തരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇത് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പം പുതിയ സർക്കാർ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റിലായി വരുന്നേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാര്യമില്ല. കാരണം ഈ മിഷണറി ഗവൺമെൻറ് എന്ന് പറയുന്ന മിഷണറി ഏത് സർക്കാരുകൾ മാറി മാറി വന്നാലും അതിന് ഒരു സെറ്റ് ഓഫ് റൂൾസും അല്ലെങ്കിൽ പ്രോസസ്സും ഉണ്ട്. ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതിരിക്കുന്നില്ലല്ലോ, അവർക്ക് ശമ്പളം മുടങ്ങുന്നില്ലല്ലോ. അപ്പോൾ അത് വർഷങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. കറക്റ്റ് അല്ലേ? അവർക്കൊരു ദിവസം പോലും ശമ്പളം മുടങ്ങുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ പാവപ്പെട്ട പ്രവാസികൾക്കോ അല്ലെങ്കിൽ ഈ ഏത് തരത്തിലുള്ള ഇൻകം ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ആളുകളാണെങ്കിലും ആ സിസ്റ്റം എല്ലാ സ്ഥലത്തും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നാണ് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഈ മന്ത്രിമാരും അതേപോലെ തന്നെ പൊളിറ്റീഷ്യന്മാരും മറ്റുള്ള ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനവും മുന്നോട്ട് പോകുന്നത്, അല്ലെ രാജ്യവും മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കടമ ഇതിൽ നമ്മളെ ഭരിക്കുന്ന ആളുകൾക്കുണ്ട്. അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എഗെയിൻ ഇതിൽ യാതൊരുവിധ പൊളിറ്റിക്സ് ഇല്ല. ഏത് സർക്കാർ വന്നാലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വ്യക്തമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇമെയിലിലേക്ക് നമ്മളൊരു പരാതി അയക്കുകയാണെന്ന് കരുതുക. ആ പരാതി അയച്ചു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു റിപ്ലൈ വരുമായിരുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രിക്ക് നമ്മൾ എത്ര പരാതി അയച്ചു കഴിഞ്ഞാലും അതിനൊരു റിപ്ലൈ വന്നാൽ വന്നു, അതായത് ഓട്ടോ റിപ്ലൈ വന്നാൽ വന്നു. പക്ഷെ അത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാറ്റസോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ അവസരത്തിൽ ഈ നമുക്ക് പറയാനുള്ളതും ചർച്ച ചെയ്യാനുള്ളതും മുഴുവൻ ഈ വോയിസിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഏതൊക്കെയായാലും പ്രവാസി ക്ഷേമനിധിയുടെ പേരിൽ പണം പിരിക്കുകയും എന്നാൽ പ്രവാസികൾക്ക് 60 വയസ്സ് കഴിഞ്ഞ, അതായത് വിദേശ രാജ്യത്തൊക്കെ പോയി കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു മുഖ്യ പങ്കും വിദേശ രാജ്യങ്ങളിൽ ചെലവഴിച്ച് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച്, സ്വന്തം മക്കളെ ഉപേക്ഷിച്ച്, അമ്മയെ ഉപേക്ഷിച്ച്, ഭാര്യയൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം ക്ഷേമനിധിയിലേക്ക് അടച്ചതിന് ശേഷം ആ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരെ ഒരല്പം ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. വിസ്മയങ്ങൾ തീർത്തുകൊള്ളൂ. പക്ഷെ പാവപ്പെട്ട പ്രവാസികളുടെ ക്ഷേമനിധി, ആ ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.